Hello students, today we are going to see different types of bonding in solid materials uh, and actually the bonding is classified into two, that is primary bonding and secondary bonding. So primary bonding it is also known as chemical bonding, and it will be strong bonds, and you have secondary bonds or physical bonding, and it will be comparatively weak in comparison with the primary bonding. അപ്പോൾ നമുക്ക് പ്രൈമറി ബോണ്ടിങ് സെക്കൻഡറി ബോണ്ടിങ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൈമറി ബോണ്ടിങ് ഉള്ളത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ഇറ്റ് ഈസ് അയോണിക് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ് ആൻഡ് മെറ്റാലിക് ബോണ്ടിങ്. അതുപോലെ സെക്കൻഡറി ബോണ്ടിങ് എന്ന് പറയുന്നത് ദേ ആർ വീക്കർ ദാൻ പ്രൈമറി ബോണ്ട്സ്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വാണ്ടർ വാൾസ് ബോണ്ടിങ് ആണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. Or it is also known as van der Waals bonding. അപ്പോൾ അതിലുള്ള ഒരു ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ നമ്മളത് പഠിക്കും. ഫസ്റ്റ് വി വിൽ സി പ്രൈമറി ബോണ്ടിങ്. ആ പ്രൈമറി ബോണ്ടിങ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ: അയോണിക്, കോവാലന്റ് ആൻഡ് മെറ്റാലിക്. സോ വി വിൽ സി each type of bonding in detail. Okay. For each type, the bonding necessary involves the valence electrons. Furthermore, the nature of the bond depends on the electron structure of the constituent atoms. ഇപ്പോൾ ഏത് ടൈപ്പ് ബോണ്ടിങ് ആണ് ഉണ്ടാവുക എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും? ഇലക്ട്രോൺ സ്ട്രക്ചറിന്. ഓരോ ആറ്റത്തിലും ഇതിൽ ഈ ബോണ്ടിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഏത് ബോണ്ടാണ് ഫോം ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ. In general, each of these three types of bonding arises from the tendency of the atom to assume stable electron structures. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എപ്പോഴും ഒരു ആറ്റം ശ്രമിക്കുക എന്താണ്? സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഉണ്ടാവാനാണ്. അതായത് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഓർബിറ്റൽസിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ എസും പി ഷെൽസും കംപ്ലീറ്റ് ചെയ്യാൻ, S2 അല്ലെങ്കിൽ P6 അങ്ങനെയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ രീതിയിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എപ്പോഴും ബോണ്ടിങ്ങിന് ശ്രമിക്കുന്നത്. ലൈക്ക് ദോസ് ഓഫ് ദി ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആറ്റംസും ശ്രമിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ. അതിലെന്താ ഉണ്ടാകുന്നത്? ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഷെൽ ആയിരിക്കും. So we will see the each type of bonding now. First we will see the ionic bonding. So these today we are going to see the primary bonds. Primary bonds ആണെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേരാണ് കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, അതിൽ here there will be involvement of the ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ട്. അത് ഇലക്ട്രോൺസിൻ്റെ ഒന്നുകിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഷെയറിങ്, അങ്ങനെ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ദി കെമിക്കൽ ബോണ്ട്. ഓക്കെ. സോ അയോണിക് ബോണ്ടിങ് നോക്കാം. ഇറ്റ് ഈസ് ഓൾവേസ് ഫൗണ്ട് ഇൻ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് ബോത്ത് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലിമെൻറ്റ്സ്. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലിമെൻറ്റ്സ് തമ്മിലാണ് അയോണിക് ബോണ്ടിങ് ഉണ്ടാകുന്നത്. അപ്പോൾ മെറ്റാലിക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എലിമെൻറ്റ്സ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദി ഹൊറിസോണ്ടൽ എക്സ്ട്രീമിറ്റീസ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അപ്പോൾ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലിമെൻറ്റ്സ് പറയുന്നത് ഗ്രൂപ്പ് 1 ഒക്കെ, സോഡിയം ആ ഗ്രൂപ്പ്, ഹൈഡ്രജൻ, സോഡിയം, പൊട്ടാസ്യം എന്നുള്ള ആ ഗ്രൂപ്പ്. ആൻഡ് നോൺ മെറ്റാലിക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും എൻഡിൽ ഇനേർട്ട് ഗ്യാസിന് തൊട്ട് മുമ്പ് 7th ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. അത് ക്ലോറിൻ, ഫ്ലൂറിൻ ആ ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലിമെൻറ്റ്സ് തമ്മിലാണ് എപ്പോഴും ഉണ്ടാവുക അയോണിക് ബോണ്ടിങ് ഫോം ചെയ്യും. എലിമെൻറ്റ്സ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് അറ്റ് ദി ഹൊറിസോണ്ടൽ എക്സ്ട്രീമിറ്റീസ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ രണ്ട് എൻഡിലുമായിട്ട്, അപ്പോൾ റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലുമായിട്ടുള്ള എലിമെൻറ്റ്സ് തമ്മിലാണ് അയോണിക് ബോണ്ടിങ് ഫോം ചെയ്യുക. ആറ്റംസ് ഓഫ് എ മെറ്റാലിക് എലിമെൻറ്റ് ഈസിലി ഗിവ് അപ്പ് ദിയർ ബാലൻസ് ഇലക്ട്രോൺസ് ടു ദി നോൺ മെറ്റാലിക് ആറ്റംസ്. ഇപ്പം എന്താ ഉണ്ടാവുന്നത്? അതിൽ മെറ്റാലിക് എലിമെൻറ്റ് ഒരു ആറ്റത്തിന് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ആൻഡ് ദ നോൺ മെറ്റാലിക് എലിമെൻറ്റ് വിൽ റിസീവ് ദാറ്റ് ഇലക്ട്രോൺ. ഇപ്പോൾ ഒരു ഇലക്ട്രോണിന് അപ്പം മെറ്റാലിക് എലിമെൻറ്റ് സോഡിയം ക്ലോറൈഡ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ഫോർ അയോണിക് ബോണ്ടിങ്.
അപ്പോൾ സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിന് അത് ക്ലോറിന് കൊടുക്കും. അങ്ങനെയാണ് അയോണിക് ബോണ്ടിങ് ഉണ്ടാകുന്നത്. In the process, all the atoms acquire stable or inert gas configuration. In addition, an electrical charge that is they become ions. Okay. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്, ഒരു ഇനർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിൽ സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടിട്ട് അതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷനായി മാറും. അതേപോലെ ക്ലോറിൻ്റെ കേസിലും അത് ഇലക്ട്രോൺ അറ്റൈൻ ചെയ്തിട്ട് അത് സ്റ്റേബിൾ കോൺഫിഗറേഷനായി മാറും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും, അതിൻ്റെ കൂടെ എന്തുണ്ടാകും, ദർ വിൽ ബി എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ചാർജ്. An electric charge is exchanged and the atoms becomes ions. Because Na plus and Cl minus നമ്മൾ എഴുതും. Na plus എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, it has lost one electron and Cl minus means that the chlorine has gained one electron. Okay. അപ്പോൾ അതാണ് അയോണിക് ബോണ്ടിങ്ങിൻ്റെ കാര്യം. നമ്മൾ നോക്കാം, സോഡിയം ക്ലോറൈഡിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സോഡിയം ക്ലോറൈഡിൻ്റെ ഇങ്ങനെയായിരിക്കും അതിൻ്റെ എന്താണ് ബോണ്ടിങ് ഫോം ചെയ്യുക. So there will be sodium and chlorine. Sodium will be Na plus ion and chlorine will be Cl minus ion. അപ്പോൾ ഈ ആറ്റംസ് എല്ലാം അയോൺസ് ആയിട്ടാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇത് തമ്മിൽ ഈ ആരോ കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഹാസ് അത് തമ്മിലുള്ള ബോണ്ടിങ് ആണ്. അപ്പം ഇവിടെ ഓരോ ക്ലോറിൻ ആറ്റവും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് സോഡിയം ആറ്റം ഹാസ് ലോസ്റ്റ് വൺ ഇലക്ട്രോൺ. ഓക്കെ. ഇവിടുത്തെ എനർജീസ് നോക്കുകയാണെങ്കിൽ ദ അട്രാക്റ്റീവ് ബോണ്ടിങ് ഫോഴ്സസ് ആർ കൂളുംബിക് ആയിരിക്കും ഇതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് കൂളുംബിക് അട്രാക്ഷൻ ആയിരിക്കും. Positive and negative ions by virtue of their net electrical charge attract one another. Positive and negative ions ആണുള്ളത്. ഇത് സോഡിയം will be a positive ion and chlorine will be a negative ion. അപ്പോൾ അതുകൊണ്ട് there will be coulombic attraction one another. For two isolated ions, the attractive energy EA is a function of interatomic distance. നമ്മൾ പറഞ്ഞു EA ഒക്കെ പറഞ്ഞു നേരത്തെ, എനർജി പറഞ്ഞു, അട്രാക്റ്റീവ് എനർജി. ഇവിടെ കുളുംബിക് ഫോഴ്സ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്, അതുകൊണ്ട് ഇറ്റ് വിൽ ബി EA വിൽ ബി ഈക്വൽ ടു -A/R കിട്ടും. കുളുംബിക് ഫോഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഇതിൻ്റെ വാല്യൂ ഇതാണ്, -A/R. A is a constant. ആൻഡ് അതേപോലെ നമ്മൾ റിപ്പൾസീവ് എനർജി എഴുതി കഴിഞ്ഞാൽ ഇത് അട്രാക്റ്റീവ് എനർജി നമ്മൾ മൈനസ് ആയിട്ട് എടുക്കുകയാണ്, റിപ്പൾസീവ് എനർജി വിൽ ബി പ്ലസ്. അങ്ങനെ നമ്മൾ ബി ആണ് ഇത് കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ ഇത് റിപ്പൾസീവ് എനർജി നമ്മൾ പറഞ്ഞു, ഇത് വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഓവർലാപ്പ് ചെയ്യും ആൻഡ് ദർ വിൽ ബി എ സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ആ റിപ്പൾസീവ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമുക്ക് B/R⁻n എഴുതാം. ഓക്കെ. ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് നമുക്കറിയാം ദാറ്റ് എനർജി ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇന്ററാറ്റോമിക് സ്പേസിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഇറ്റ് ഈസ് R⁻n. Nന്റെ വാല്യൂ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 8 ആണ് ആൻഡ് n is approximately equal to 8. So R is equal to B/R⁻n. ഓക്കെ. ഇനി അയോണിക് ബോണ്ടിങ്ങിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ നോക്കാം. അയോണിക് ബോണ്ടിങ് is termed as non-directional. Non-directional എന്നുള്ളത് ശ്രദ്ധിക്കണം. Non-directional എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, that is the magnitude of the bond is equal in all directions. അപ്പോൾ ഒരു ബോണ്ടിങ് ഒരു ഡയറക്ഷനിലേക്ക് കൂടുതലായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ നോൺ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ബോണ്ട് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ അറൗണ്ട് ആൻ അയോൺ. ഇറ്റ് ഫോളോസ് ദാറ്റ് ഫോർ അയോണിക് മെറ്റീരിയൽസ് ടു ബി സ്റ്റേബിൾ all positive ions must have as nearest neighbors negatively charged ions in a 3-dimensional scheme and vice versa. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിവിടെ നമ്മളിപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് അയോണിന് ചുറ്റും എന്തുണ്ട്, ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് അയോൺസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരൊറ്റ ഒന്നേ മാത്രമാണെങ്കിൽ എന്താണ്, ദിസ് പോസിറ്റീവ് ചാർജ് അയോൺ വിൽ ബി ഷിഫ്റ്റഡ് ടു ദിസ് ക്ലോറിൻ. ഇവിടെ അങ്ങനെയല്ല, ഇതിൻ്റെ എല്ലാ ഡയറക്ഷനും 3 ഡയമെൻഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ താഴെയും മേലെയും എല്ലാം എന്തുണ്ട്, ക്ലോറിൻ അയോൺസ് ഉണ്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻട്രാക്ടിങ് വിത്ത് ദിസ് ക്ലോറിൻ. ഇതിപ്പോൾ നമുക്ക് നോക്കിയെടുത്ത് ഇത് തമ്മിൽ മാത്രമല്ല ഉണ്ടാവുക എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവുക, ഇത് ഓരോ
തമ്മിലുള്ള ഓരോ ക്ലോറിൻ ആറ്റംസും തമ്മിലുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു ഇത് ഒരു സിംഗിൾ ആയിട്ട് ഇപ്പോൾ ഒരു സിംഗിൾ എൻറ്റിറ്റി ഒരു ക്ലോറിൻ ഒരു സോളിഡും ആണെങ്കിൽ ദെൽ ബി എ ഷിഫ്റ്റ്, ഒരു ഈ അയോണ് ഇങ്ങോട്ട് ഏതെങ്കിലും ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പൽ ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. അത് അങ്ങനെ ഉണ്ടാവില്ല. ദെൽ ബി എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ഓൾ ദി നെഗറ്റീവ് അയോൺസ് വിത്ത് ദിസ് സോഡിയം പ്ലസ് അയോൺ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ ഇതിന് നമ്മൾ 3 ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ ഇതിന് താഴെയും ഇതിന് മേലെയൊക്കെ എന്തുണ്ട്, ക്ലോറിൻ അയോൺസ് ഉണ്ട്. സോ യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് നോ പെർട്ടിക്കുലർ ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഷിഫ്റ്റോ അല്ലെങ്കിൽ പ്രത്യേക ഡയറക്ഷനാലിറ്റി ഒന്നും ഈ ബോണ്ടിങ് കാണിക്കുന്നില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ നോൺ ഡയറക്ഷണൽ bonding. All positive ions must have as nearest neighbors negatively charged ions in a 3-dimensional scale. അപ്പോൾ ഓരോന്നിനും പോസിറ്റീവ് അയോൺസിന് അതേപോലെ വൈസ് വേഴ്സ എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസിന് അതേപോലെ. നമ്മൾ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇതിന് ചുറ്റും പോസിറ്റീവ് അയോൺസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതിനെ നോൺ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. നോൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ the magnitude of the bond is equal in all directions around അയോൺ. ഇപ്പം മാഗ്നിറ്റ്യൂഡ് എവിടെയെങ്കിലും കൂടുതൽ കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ആവും. അങ്ങനെയില്ല, എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. പിന്നെ ഇത് ഈ ബോണ്ടിങ് ഉള്ളത് സെറാമിക് മെറ്റീരിയൽസിൽ അയോണിക് ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അയോണിക് മെറ്റീരിയൽസ് ആർ ക്യാരക്ടറിസ്റ്റിക്കലി ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ ആയിരിക്കും അയോണിക് മെറ്റീരിയൽസ്, അയോണിക് ബോണ്ടിങ് ഉള്ള മെറ്റീരിയൽസ്. പിന്നെ ദേ ആർ ഇലക്ട്രിക്കലി ആൻഡ് തെർമലി ഇൻസുലേറ്റീവ് ആയിരിക്കും. ഇറ്റ് വിൽ നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ് വിൽ നോട്ട് പാസ് ഹീറ്റ്. So these type of ionic materials are you can say that they are electrically and thermally insulative. Okay, so that അത്രയേ ഉള്ളൂ നമുക്ക് അയോണിക് ബോണ്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വി വിൽ ഹാവ് കോവലന്റ് ബോണ്ടിങ്. കോവലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻ കോവലന്റ് ബോണ്ടിങ് stable electron configurations are attained by sharing of electrons between adjacent atoms. രണ്ട് ആറ്റംസ് തമ്മിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഷെയറിങ്ങിലൂടെയാണ് ഇതുണ്ടാവുന്നത്, കോവലന്റ് ബോണ്ട് ഉണ്ടാവുന്നത്. 2 atoms that are covalently bonded will each contribute at least 1 electron to the bond, and the shared electrons may be considered to belong to both atoms. അപ്പോൾ നമ്മളിത് എക്സാമ്പിളിലൂടെ നോക്കുക. ദിസ് ഇസ് മീഥെയിനിൽ യു ഹാവ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ കാർബണിൽ ഇന്നർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് കാണിക്കുന്നതാണ് കാർബണിൻ്റെ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോൺസ് ആണ് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അതിനോട് ഓരോ ഹൈഡ്രജൻ ആറ്റവും കോവലന്റ് ബോണ്ട് ഉണ്ടാവുകയാണ്. കോവലന്റ് ബോണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം ബിക്കം സ്റ്റേബിൾ. ബിക്കോസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളത്. ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം സ്റ്റേബിൾ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഓരോ ഹൈഡ്രജൻ ആറ്റവും സ്റ്റേബിളായി. അപ്പോൾ ഈ 4 ഹൈഡ്രജൻ ആറ്റം ഇവിടെ വരുന്നത് കൂടെ അതിൻ്റെ ഓരോന്നും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് ഈ കാർബൺ ആറ്റമായിട്ട് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ കാർബൺ ആറ്റം വിൽ ഗെറ്റ് 4 ഇലക്ട്രോൺസ് ഫ്രം ദി ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ ഇവിടെയുള്ള കാർബണിൻ്റെ 4 ഇലക്ട്രോൺസ്, അതിൻ്റെ കൂടെ വന്നിട്ടുള്ള 4 ഇലക്ട്രോൺസ് ഓഫ് ദി ഹൈഡ്രജൻ, that makes the outermost shell 8 electrons in the outermost shell. That means it has attained the stable configuration. ഇപ്പോൾ ഇവിടെ കോവലന്റ് ബോണ്ടിങ്ങിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ the shared electrons is considered to belong to both the atoms. അപ്പോൾ ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ it belongs to the carbon as well as to the hydrogen. ഇപ്പോൾ രണ്ടുപേർക്കും കാർബണും ഹൈഡ്രജനും ഒരേപോലെയുള്ള തുല്യ അവകാശമാണെന്ന് നമുക്ക് പറയാം. ഷെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെയാണ് അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോവലന്റ് ബോണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ. കോവലന്റ് ബോണ്ടിങ്ങിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. കോവലന്റ് ബോണ്ടിങ് എന്താണ്? നോൺ ഡയറക്ഷൻ ആയിട്ടുള്ള ബോണ്ടിങ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മെറ്റാലിക് ബോണ്ടിങ് നോക്കാം. മെറ്റാലിക് ബോണ്ടിങ് is a primary bonding and is found in metals and their alloys. മെറ്റൽസും അലോയ്സും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ബോണ്ടിങ് ആണ് മെറ്റാലിക് ബോണ്ടിങ് എന്നുള്ളത്. മെറ്റാലിക് മെറ്റീരിയൽസ് ഹാവ് 1, 2 or
or at most 3 valence electrons. അപ്പോൾ 1 or 2 or 3 valence electrons ആണ് മെറ്റാലിക് മെറ്റീരിയൽസ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് മെറ്റാലിക് ബോണ്ടിങ്ങിൽ ഉണ്ടാകുന്നത്. ദീസ് വാലൻസ് ഇലക്ട്രോൺസ് ആർ നോട്ട് ബോണ്ട് ടു എനി പെർട്ടിക്കുലർ ആറ്റം in the solid and are more or less free to drift through the entire metal. അപ്പോൾ മെറ്റലിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെറ്റൽസ് പറഞ്ഞത് വലിയ ലാർജ് ആറ്റം ആയിരിക്കും. ലാർജ് ആറ്റത്തിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിലേക്ക് ഇതിന് നമ്മുടെ ന്യൂക്ലിയസിന്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് വലിയ കൺട്രോളൊന്നും ഉണ്ടാവില്ല. സോ യു ക്യാൻ സേ ദോസ് ഇലക്ട്രോൺസ് ആർ ഓൾമോസ്റ്റ് ഫ്രീ. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഫ്രീ അല്ല, പക്ഷെ നമുക്ക് പറയാം അതിന് ന്യൂക്ലിയസ് അതിനെ അട്രാക്ട് ചെയ്യുന്നത് വളരെ ലെസ് ആയതുകൊണ്ട് യു ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് എ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ദേ മേ ബി തോട്ട് ഓഫ് ആസ് ബിലോങ് ടു ദി മെറ്റൽ ആസ് എ ഹോൾ. അപ്പോൾ എല്ലാ മെറ്റലിനും മുഴുവനായിട്ട്, ഒരു പെർട്ടിക്കുലർ ആറ്റത്തിനല്ല, ആ മെറ്റലിലെ ആറ്റത്തിന് എല്ലാത്തിനും ബിലോങ് ചെയ്യുന്നതായിട്ട് പറയാം. ഫോമിങ് എ സീ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ അവിടെ ഒരു ഒരുപാട് സീ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. സീ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ്. ആൻഡ് ദോസ് ഇലക്ട്രോൺസ് വിൽ നോട്ട് ബി സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദെയർ ന്യൂക്ലിയസ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഇലക്ട്രോൺസ് വിച്ച് വിൽ മേക്ക് എ സീ ഓഫ് ഇലക്ട്രോൺസ് or ഇലക്ട്രോൺ ക്ലൗഡ്. The remaining non-valence electrons and then atomic nuclei form what are called ion cores. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ് ഒക്കെ ഫ്രീ ആണ്. വാലൻസ് ഇലക്ട്രോൺസ് 1 2 മാക്സിമം 3 ഉണ്ടാകും. ആ ഇലക്ട്രോൺസ് ഫ്രീ ആണ്, ആൻഡ് ഇറ്റ് വിൽ മേക്ക് ഇലക്ട്രോൺ ക്ലൗഡ്. അത് കഴിഞ്ഞിട്ട് നോൺ വാലൻസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും അതിൻ്റെ ന്യൂക്ലിയസും കൂടെ ചേർന്നിട്ട് നമ്മൾ അതിനെ അയോൺ കോഴ്സ് എന്ന് വിളിക്കും. അയോൺ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫ്രീ ഇലക്ട്രോണിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ അയോണിറ്റ് ബാക്കിയുള്ള വാലൻസ് ഇലക്ട്രോൺസും ന്യൂക്ലിയസും കൂടെ ചേർന്നിട്ട് എന്തുണ്ടാകും? ഇറ്റ് വിൽ ഹാവ് എ പോസിറ്റീവ് ചാർജ്. അപ്പം ആ പോസിറ്റീവ് ചാർജ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ്. അപ്പം ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസിന് ഈക്വൽ. അപ്പോൾ അത് വാലൻസ് ഇലക്ട്രോൺ 1 ആണെങ്കിൽ ആ 1 ഇലക്ട്രോണിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണ് ആ ആറ്റം ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള നോൺ വാലൻസ് ഇലക്ട്രോൺസും ആ അയോൺ കോറും കൂടെ എന്തുണ്ടാകും? അതിൻ്റെ ചാർജ് +1 ആയിട്ടിരിക്കും. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോലെ ഇരിക്കുന്ന ആളല്ലേ, അപ്പോൾ +1 ആയിട്ടുള്ള ഒരു അയോൺ കോറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് അയോൺ കോറാണ്. അയോൺ കോർ എപ്പോഴും പോസിറ്റീവ് ചാർജിലായിരിക്കും അയോൺ കോഴ്സ് ഉണ്ടാകും. പിന്നെ എന്തുണ്ടാകും? അതിന് ചുറ്റും നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് നമുക്ക് പറയും ഇതിൻ്റെ ഈ ആറ്റത്തിൽ നിന്ന് ഈ ആറ്റം കൊടുത്ത ഇലക്ട്രോൺ ആണെങ്കിൽ ഈ ഇലക്ട്രോണ് ഈ ആറ്റമായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ഈ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ആറ്റം ഇതൊക്കെ ഒരേപോലെയാണ്. സോ ഇറ്റ് ബിലോങ്സ് ടു ഓൾ ദി ആറ്റംസ് എന്ന് പറയാം, ഓൾ ദി അയോൺ കോഴ്സ്. അപ്പോൾ അതൊരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ്. ഈ ആറ്റം ഇതിനെ അട്രാക്ട് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ഇതിനുള്ള തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സോ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ, അപ്പോൾ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് അയോൺ കോർ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് അയോൺ കോർ ഉണ്ട്. അപ്പം 2 പോസിറ്റീവ് അയോൺ കോഴ്സ് റിപ്പൽ ചെയ്യും സാധാരണ, അല്ലേ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ. സോ ഈ റിപ്പൽഷൻ ഇല്ലാതാക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, നമുക്കിത് ഫ്രീ ഇലക്ട്രോൺ ഷീൽഡ് പോസിറ്റീവ്ലി ചാർജ് അയോൺ കോഴ്സ് ഫ്രം മ്യൂച്വലി റിപ്പൾസീവ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഉണ്ട്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷന് ഇത് ഷീൽഡ് ചെയ്യും. അതിനിടയിൽ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ അട്രാക്ട് ചെയ്യില്ലേ ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ. അപ്പം വിച്ച് ദേ വുഡ് അതർവൈസ് എക്സേർഡ് അപ്പോൺ വൺ അനദർ. കോൺസിക്വൻ്റ്ലി ആൻഡ് മെറ്റാലിക് ബോണ്ട് ഈസ് consequently the metallic bond is non-directional in character. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ നമ്മൾ ഒരു അയോൺ കോറിന് എടുത്തു കഴിഞ്ഞാൽ ഈ അയോൺ കോഴ്സ് തൊട്ട് അടുത്തുള്ള അയോൺ കോഴ്സ് ആയിട്ടുള്ള റിപ്പൽഷന് ഇതിനിടയ്ക്കുള്ള ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാതാക്കും. സോ ഇത് തമ്മിലുള്ള ബോണ്ടിങ് ആണ് ത്രൂ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. ദിസ് ബോണ്ടിങ് ഈസ് കോൾഡ് ദി മെറ്റാലിക് ബോണ്ടിങ്. മെറ്റാലിക് ബോണ്ടിങ് അതേപോലെ നോൺ ഡയറക്ഷനിലാണ്. ഇത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നോൺ ഡയറക്ഷണൽ എന്ന് പറയും. മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ.
അതാണ് നോൺ ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആക്ട് ആസ് എ ഗ്ലൂ ടു ഹോൾഡ് ദി അയോൺ കോഴ്സ് ടുഗദർ. അപ്പോൾ ഇവിടെ അയോൺ കോറിനെ ഒന്നിച്ച് നിർത്തുന്നത് ഈ ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എന്താണ് ഭയങ്കര റിപ്പൾസീവ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും ഈ അയോൺ കോഴ്സ് തമ്മിൽ. അപ്പോൾ അതില്ലാതെ ഇതിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നത് എന്താണ്, ഈ ഇലക്ട്രോൺ ക്ലൗഡാണ്. സോ യു ക്യാൻ സേ ദ ഇലക്ട്രോൺസ് ആസ് ഇലക്ട്രോൺസ് നമുക്ക് ഗ്ലൂ എന്ന് പറയും. ഗ്ലൂ എന്ന് പറഞ്ഞാൽ അത് ഒട്ടിച്ച് നിർത്തുന്ന സാധനം. സോ മെറ്റാലിക് ബോണ്ടിങ് ഈസ് ഫൗണ്ട് ഇൻ പീരിയോഡിക് ടേബിൾ ഫോർ ഗ്രൂപ്പ് 1A and 2A എലിമെൻറ്റ്സ്. 1A and 2A എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എലിമെൻ്റൽ മെറ്റൽസ് ആണ്. മെറ്റൽസ് നമ്മൾ കോപ്പർ, അയൺ അങ്ങനത്തെ മെറ്റൽസ് ഇതാണ് ഈ മെറ്റാലിക് ബോണ്ടിങ് ഉണ്ടാകുന്നത്. സോ മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ ഉള്ളിൽ എക്സിബിറ്റ് ചെയ്യുന്ന ബോണ്ടിങ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദി ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ മെറ്റലിക് ബോണ്ടിങ് ഉള്ളത് മെറ്റൽസ് ഇറ്റ് വിൽ ബി ഹൈലി കണ്ടക്റ്റീവ്. എലിമെൻ്റൽ മെറ്റൽസ് ആയിരിക്കും യൂഷ്വലി, ആൻഡ് ഇറ്റ് വിൽ പാസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. ഇറ്റ് വിൽ ബി ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നമ്മൾ മെറ്റൽസിനെ പറ്റി പഠിക്കും. സോ യു വിൽ സീ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റൽസ്. Okay, thank you. Next video we'll see the secondary bonding or the physical bonding. Okay.